ഇലക്ഷൻ മുന്നേറും തോറും ആദ്യ ഇലക്ഷന് നമ്മുടെ തെക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള ഇലക്ഷന് നമ്മുടെ ബഹുമാനന്യായ പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി, അതായത് മോദി ഗ്യാരണ്ടി എന്നുള്ള പേരിലുള്ളതും പിന്നെ അതേപോലെ തന്നെ വികസനവുമായിരുന്നു. പക്ഷേ ഇവിടെ വർഗീയത വന്നില്ല, വർഗീയ കാർഡ് ഇവിടെ വിളമ്പില്ല. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ അങ്ങോട്ട് മാറി രാജസ്ഥാനിലേക്ക് ചെന്നപ്പോൾ വികസനം വർഗീയതയ്ക്ക് വഴിമാറുന്നത് നമ്മൾ കണ്ടത്. അവിടെ വികസനം എന്ന് പറയുന്നത് അവിടെ നോക്കിയപ്പം വികസനമൊക്കെ അങ്ങ് മാറ്റിയിട്ട് വർഗീയത മാത്രമാക്കി. അപ്പോൾ രാജസ്ഥാനിൽ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക്, ഹിന്ദു സഹോദരങ്ങളുടെ നിങ്ങളുടെയൊക്കെ താലിമാല വരെ, സഹോദരിമാരുടെ താലിമാല വരെ എല്ലാം വാങ്ങിച്ചു കൊടുക്കും, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം അവർ ഈടാക്കി കൊടുക്കും, അതാണ് കോൺഗ്രസിൻ്റെ നടപടി എന്നുള്ളതാണ്. അപ്പം മുസ്ലിങ്ങളെ അവിടെ വന്നു. അത് കഴിഞ്ഞ് മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ചതെന്ന് പറയുന്നത് അത് ഈ നുഴഞ്ഞുകയറ്റക്കാരെന്നും അതേപോലെ തന്നെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്നുമാണ്. അത്രയും ചീപ്പായിട്ടുള്ള വർത്തമാനമാണ് അവിടെ വന്നത്. പക്ഷെ അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ആ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്ന് പറയുന്നതും മറ്റേ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നതൊന്നും മുസ്ലിങ്ങളൊന്നും അല്ല, അങ്ങനെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റേത് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത് പോയിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ UP ചെന്നപ്പോൾ, ഉത്തർപ്രദേശിലേക്ക് ചെന്നപ്പോൾ കുറെ കൂടെ കടുത്തു. അവിടെ ആവേശഭരിതനായിട്ട് കാരണം അദ്ദേഹത്തിന് സപ്പോർട്ടിന് അവിടെ യോഗി ആദിത്യനാഥുണ്ട്, അതുപോലെ അമിത്ഷാ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രഖ്യാപനം തന്നെ അവിടെ വന്നു. അതായത് ഹിന്ദു മുസ്ലിം ആ വിഭജനം വരത്തക്കവണ്ണമുള്ള രീതിയിൽ ആ വിഘടിപ്പ് പുറത്താവാനുള്ള രീതിയിൽ ഉള്ള പ്രസ്താവനകൾ അവിടെ വന്നു. അതിന് വലിയ അപലപനീയമായ പ്രസ്താവനകളായതുകൊണ്ടും നിയമവിരുദ്ധമായതുകൊണ്ടും RP ആക്ടിൻ്റെ 123 വകുപ്പിനകത്ത് വരുന്ന കറപ്റ്റ് പ്രാക്ടീസ് ആയതുകൊണ്ടും അതിനെ ചലഞ്ച് ചെയ്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഉള്ളവർ, അവർ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നവർ, അവർ ഇതിന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി കൊടുത്തത് ബധിരകർണങ്ങളിലാണ് അത് വീണത് കേട്ടോ. അവർ കണ്ടതുമില്ല കേട്ടതുമില്ല ഒന്നുമില്ല. കുറേ നാളുകൾ അനങ്ങാതിരുന്നു. ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും ഇതുവരെ ഒരു നടപടി അധികം ഉണ്ടായിട്ടില്ല, ഒരു തീരുമാനം അധികം വന്നിട്ടില്ല, ഒന്നുമില്ല. അതിന് ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ പറയാം എന്നുള്ളതായിരിക്കാം അവരുടെ ധാരണ. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പിന്നെ ഇത് പ്രശ്നമാവുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങൾക്കൊരിക്കലും എതിരല്ല, ഒരിക്കലും. അതുപോലെ തന്നെ ഈ ഹിന്ദു മുസ്ലിം വിഭജനത്തെക്കുറിച്ച്, വിഘടനത്തെക്കുറിച്ച് പറയുന്ന സമയം മുതൽ ഞാൻ രാഷ്ട്രീയത്തിൽ അയോഗ്യനാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത്. അപ്പോൾ തിരിച്ചറിയുന്നു, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന് പറയാൻ പാടില്ല. ആ വിഘടനം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അയോഗ്യനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് പെട്ടെന്ന് മാറ്റിമറിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഞാൻ നോക്കിയിരുന്നാണ്, മഹാരാഷ്ട്രയിൽ ഉടനെ പോകുന്നുണ്ട്, ഇനി എന്ത് പറയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ന് വിചാരിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ്, ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇളകി. 15% ഇന്ത്യയുടെ ബജറ്റിൻ്റെ 15% കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനിരുന്നതാണെന്ന് എവിടുന്ന് കിട്ടിയ ഈ വിവരമൊന്നും നമുക്കറിയില്ല. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നതുകൊണ്ട് അതിനെ എതിർത്തു, അതിനെ തോൽപ്പിച്ചെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നടക്കാതെ പോയെന്നാണ്. ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്, നടക്കാതെ പോയിട്ടുണ്ട്. ഇത് കാരണം ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. അടുത്തതായിട്ട് അത് കൂടാതെ പറഞ്ഞെന്താണെന്നറിയോ, ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദു ബജറ്റും മുസ്ലിം ബജറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ വിഘടനവാദം ഉന്നയിക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ടോ? ഇതിൽ കൂടുതൽ വിഭജനം, അതായത് ഈ വർഗീയ വിഭജനം നടത്തത്തക്കവണ്ണം സംസാരിക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ടോ? ലിയോ ടോൾസ്റ്റോയ് പണ്ട് പറഞ്ഞ ഒരു വിഖ്യാതമായ ഒരു കാര്യമുണ്ട്, ഒരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിന് ആ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായിട്ട് ഭിന്നിപ്പിച്ച് പരസ്പരം ആക്രമിക്കാൻ ഇടയാക്കിയാൽ മതി എന്നുള്ളതാണ്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ വർഗീയത പറയുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ആ കാർഡ് പെട്ടെന്ന് മാറ്റി കളിക്കേണ്ടതായിട്ട് വന്നേക്കാണ്. ചിലപ്പോൾ അതായിരിക്കാം കാരണം ഇലക്ഷന് അതിൻ്റെ കഴിയും തോറും, സ്റ്റേജ് കഴിയും തോറും ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു എന്നുള്ളത്
ആണ് ബി ജെ പിയുടെ ഭാഗത്ത് ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണേണ്ടത്.